നോൺ വെജ് പ്രേമികൾക്ക് എന്നും പ്രിയം മത്സ്യത്തോടാണ്. മത്സ്യങ്ങളിൽ ഏറ്റവും പ്രിയം ഏതിനോടാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അത് മത്തി എന്നായിരിക്കും. എന്നാൽ കുറച്ചു കാലങ്ങളായി മത്തി നത്തോലിക്ക് സമമായിരുന്നു. മെലിഞ്ഞുണങ്ങിയ മത്തി വൃത്തിയാക്കി പാകം ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ പലരും മത്തിപ്രേമം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ക്ഷീണം തീർക്കാൻ മത്തിയെ കാര്യമായി ഒന്ന് സ്നേഹിക്കാം. കുഞ്ഞൻ മത്തി വളർന്ന് വലുതായിട്ടുണ്ട്. കേരള തീരത്ത് വലിയ മത്തി ലഭ്യമായി തുടങ്ങിയതിന്റെ റിപ്പോർട്ടുകളും പുറത്തുവന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്തി ലഭ്യത മുൻവർഷങ്ങളിൽ കുറഞ്ഞിരുന്നു. 20 സെന്റിമീറ്ററാണ് സാധാരണ മത്തിയുടെ വലുപ്പം. എന്നാൽ കുറേയായി ലഭിക്കുന്ന മത്തിക്ക് 12 മുതൽ 15 സെന്റിമീറ്റർ ആണ് നീളം. മുൻപ് ശരാശരി 150 ഗ്രാം ഉണ്ടായിരുന്നത് ഇപ്പോൾ കഷ്ടിച്ച് 25 ഗ്രാം വരെ മാത്രമേ ഉള്ളൂ. മത്സ്യത്തിന്റെ വലുപ്പത്തിലും രുചിയിലും ഗണ്യമായ വ്യത്യാസമുണ്ടായതായി മത്സ്യത്തൊഴിലാളികളും പറയുന്നു. മത്തിയുടെ വലുപ്പം കുറഞ്ഞതിനാൽ വിപണി മൂല്യവും കുറഞ്ഞു. മാസങ്ങളായി ഒരേ വലുപ്പത്തിൽ ലഭിക്കുന്ന മത്തിക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലായി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് കൂടുതലും ബാധിച്ചത്. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് 14 സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള മത്തി ലഭിക്കുന്നു. ഒരാഴ്ച മുൻപ് 470 രൂപയായിരുന്നു 1 കിലോ മത്തിയുടെ വില. ഇന്നലെ ഇത് 300 രൂപയായി കുറഞ്ഞു. താപനില ഉയർന്നപ്പോൾ മത്തിയുടെ പ്രധാന ആഹാരമായ സസ്യപ്ലവകങ്ങൾ ഇല്ലാതെയായതും മത്തി ശോഷിക്കാൻ കാരണമായിട്ടുണ്ട്. ഏപ്രിൽ മുതൽ നന്നായി മഴ ലഭിച്ചതോടെ മത്തിക്ക് ആഹാരം ലഭിച്ചു തുടങ്ങി. റിപ്പീറ്റ്, ഏപ്രിൽ മുതൽ നന്നായി മഴ ലഭിച്ചതോടെ മത്തിക്ക് ആഹാരം ലഭിച്ചു തുടങ്ങി. ആഴക്കടലിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളുടെയും സൂക്ഷ്മ സസ്യങ്ങളുടെയും സമൂഹങ്ങളാണ് പ്ലവകങ്ങൾ. ഇതാണ് മത്സ്യങ്ങളുടെ പ്രധാന ആഹാരം. കടലിന്റെ അടിത്തട്ടിൽ വെളിച്ചമില്ലാത്ത മേഖലകളിൽ വളരുന്ന ഇവയ്ക്ക് സ്വയം പ്രകാശിക്കാൻ സാധിക്കും. കേരള തീരത്ത് നിന്ന് മത്തി കൂടുതൽ ലഭിച്ചതോടെ വില കുറഞ്ഞു തുടങ്ങി. മത്തിയുടെ വില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ. ഇതാണ് വലിപ്പമുള്ള മത്തി എത്താൻ കാരണമായത്. കേരളത്തിൽ മത്തി ലഭ്യത കുറഞ്ഞതോടെ തമിഴ്നാട്ടിലെ രാമേശ്വരം, കടലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ നിന്നാണ് മത്തി എത്തിച്ചത്. ഇവിടങ്ങളിൽ മത്തിക്ക് ആവശ്യക്കാർ കുറവാണ്. പ്രതിവർഷം 9.25 ലക്ഷം ടൺ മത്സ്യമാണ് കേരളത്തിന് ആവശ്യം. ഇതിൽ 6.5 ലക്ഷം ടൺ മാത്രമായിരുന്നു കേരള തീരത്ത് നിന്ന് ലഭിക്കുന്നത്. ബാക്കി തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, ഗോവ തീരങ്ങളിൽ നിന്നാണ് എത്തുന്നത്. എൽ നിനോ പ്രതിഭാസവും മത്തിയുടെ വളർച്ച കുറയാൻ കാരണമായി. എൽ നിനോ കാരണം സമുദ്രതാപനം വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. 2023-ൽ 150ഓളം സമുദ്രതാപ തരംഗങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. പ്രജനന സമയം നീണ്ടുപോയതും മത്തിയുടെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. 2021-ൽ കേരള തീരത്ത് നെയ്മത്തിയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടായതായി CMFRI നടത്തിയ മുൻ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു.